മാധ്യമം ദിനപത്രത്തിലെ ഏതാനും വാർത്തകളിലൂടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബാക്കി പത്രങ്ങളൊക്കെ തന്നെയാണ് മാധ്യമവും പ്രധാന വാർത്തയായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. ലൈംഗികാരോപണം, സംവിധായകൻ രഞ്ജിത്തും നടൻ സിദ്ദിഖും സ്ഥാനമൊഴിഞ്ഞു, തലകൾ ഉരുളുന്നു എന്നാണ് മാധ്യമം ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. തന്നെ സ്ത്രീവിരുദ്ധനാക്കാൻ ശ്രമമെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. രാജി തെറ്റ് സമ്മതിക്കുന്നതിന് തുല്യമെന്ന് ശ്രീലേഖ മിത്രയും. നേരറിയാൻ പോലീസ് എന്ന് പറഞ്ഞ് മലയാള സിനിമാ മേഖലയെ പിടിച്ചുലച്ച ലൈംഗികാരോപണങ്ങൾ തുടരുന്നതിനിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ആഭ്യന്തര വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. പരാതി ലഭിക്കാതെ അന്വേഷണമില്ലെന്നായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട്. വിമർശനം കടുത്തതോടെയാണ് തീരുമാനം എന്ന് പറഞ്ഞ് ആ വാർത്തയും വിശദമായി കൊടുക്കുന്നു. മന്ത്രിമാർ തമ്മിലെ തർക്കം സ്വീകരണ ചടങ്ങ് മുടങ്ങി, ശ്രീജേഷ് മടങ്ങി എന്നുള്ള വാർത്തയും കൊടുത്തിട്ടുണ്ട്. വയനാട് മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രിയെ കാണും. ടെലഗ്രാം സിഇഒ ഫ്രാൻസിൽ അറസ്റ്റിലായ ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. അടി തിരിച്ചടി, 11 ഇസ്രയേലി സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ള ആക്രമണം. തെൽ അവീവിൽ നിന്നുള്ള വാർത്താ ചിത്ര സഹിതം. ഫലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കിടെ യുദ്ധവ്യാപനത്തിന്റെ സൂചന നൽകി ഇസ്രയേലും ഹിസ്ബുള്ളയും കനത്ത പോരാട്ടത്തിൽ. 11 ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ 321 റോക്കറ്റുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. 48 മണിക്കൂർ നേരത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇസ്രയേൽ അമേരിക്കയുടെ സഹായം തേടി. ഞായറാഴ്ച പുലർച്ചെ മുതൽ ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള നടത്തിയ ആക്രമണം ഇസ്രയേലിനെ നടുക്കിയിട്ടുണ്ട്. അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് ഇസ്രയേൽ സ്ഥിതി വിലയിരുത്തി. അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളിൽ നേരിട്ട് പതിക്കാൻ ഡ്രോണുകൾക്കും റോക്കറ്റുകൾക്കും കഴിഞ്ഞു. വടക്കൻ ഇസ്രയേലിൽ നിന്ന് 80,000-ത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഇസ്രയേലിലെ വാർത്തകൾ കൊടുത്തിരിക്കുന്നു. അന്നമൂട്ടുന്നവർക്കും പറയാനുണ്ടേറെ, കേൾക്കണം അവരെയും എന്ന് പറഞ്ഞ് ശോഭിക വി കുറുപ്പത്ത് നൽകുന്നു. പാലക്കാട് നിന്നും ഒരു റിപ്പോർട്ട്. അന്നമൂട്ടുന്നവർ ദൈവതുല്യരാണെന്നാണ് ചൊല്ല്. എന്നാൽ നിത്യവും നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് അന്നമൂട്ടുന്നവർ പ്രാരാബ്ധത്തിലും ബുദ്ധിമുട്ടിലുമാണ് ജീവിതം തള്ളി നീക്കുന്നത്. അവരുടെ പ്രയാസങ്ങൾ ബന്ധപ്പെട്ടവർ കേൾക്കുന്നില്ലെന്നാണ് പരാതി. 600 രൂപ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന സ്കൂൾ പാചക തൊഴിലാളികൾക്ക് തുക പോലും കൃത്യമായി കിട്ടുന്നില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം വരെ സഹായത്തിനായി തന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത ആളെ വെച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതില്ല. ചോറും സാമ്പാർ ഉപ്പേരിയുമാണ് കുട്ടികൾക്ക് നൽകുന്നത് എന്നെല്ലാം പറഞ്ഞ് പാചക തൊഴിലാളികളും എല്ലാം പറഞ്ഞു അവരുടെയൊക്കെ ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് ഹിയറിംഗിലും കേട്ടില്ലെന്ന് പരാതി. ഓ ലീലാവതി എന്നിവർ പറയുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ട കിട്ടുന്നത് തുച്ഛ വേതനം എന്ന് പറഞ്ഞ പാചക തൊഴിലാളികളുടെ വിഷമങ്ങൾ വളരെ വിശദമായ ഹിയറിംഗിൽ കൊടുത്തിരിക്കുകയാണ്. വയനാട്ടിലെ നഷ്ടം തിട്ടപ്പെടുത്തൽ സംസ്ഥാന സംഘത്തിനൊപ്പം കേന്ദ്ര സംഘവും ചേരും. സർവകക്ഷി യോഗം 29-ന്. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു. 29-ന് വൈകിട്ട് 4:30-ന് ഓൺലൈനിലാണ് യോഗം. ഉരുൾപൊട്ടൽ തിരച്ചിലിൽ 6 ശരീരഭാഗങ്ങൾ കണ്ടെത്തി എന്ന് വയനാട് നിന്നും ഒരു വാർത്തയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഉൾപേജിലും ധാരാളം വാർത്തകൾ പറയാതെ വയ്യ. സിനിമാ രംഗത്തെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ കൂടുതൽ പേർ എന്ന് പറഞ്ഞ ഒരുപാട് മാധ്യമവും വളരെ പ്രാധാന്യത്തോടെ അതെല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. ഇതുവരെ എല്ലാ പത്രങ്ങളിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വാർത്തകൾ ആവർത്തിക്കുന്നില്ല. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊല മുഖ്യപ്രതിക്ക് നുണപരിശോധന നടത്തി. മെഡിക്കൽ കോളേജിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ CBIയുടെ വ്യാപക റെയ്ഡ്. യു-ടേൺ സർക്കാർ പെൻഷനിലും ചുവടുമാറ്റി എന്ന് കോൺഗ്രസ് പറയുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ രോഷം ഏറ്റുവാങ്ങിയ പെൻഷൻ പദ്ധതിയിലും ചുവടുമാറ്റിയ മോദി സർക്കാരിനെ യു-ടേണുകളുടെ സർക്കാർ എന്ന് പരിഹസിച്ച് കോൺഗ്രസ്. UPS യൂണിഫൈഡ് പെൻഷൻ സ്കീം എന്ന പേരിലും യുവും യു-ടേണിനെ കുറിക്കുന്നതാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു എന്ന് പറഞ്ഞ ആ വാർത്തയും വിശദമായി കൊടുക്കുന്നു. അവധി കഴിഞ്ഞു മടങ്ങുന്ന പ്രവാസികളെ പിഴിയാൻ വിമാന കമ്പനികൾ എന്ന് പറഞ്ഞ മട്ടന്നൂരിൽ നിന്നും ഒരു വാർത്ത. അവധി കഴിഞ്ഞു മടങ്ങുന്ന പ്രവാസികളെ പതിവ് പോലെ പിഴിയാൻ വിമാന കമ്പനികൾ. യാത്രാ നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് വിവിധ വിമാന കമ്പനികൾ. ഓഗസ്റ്റ് 15-ന് ശേഷം ടിക്കറ്റ് നിരക്കിൽ 3 മുതൽ 4 ഇരട്ടി വരെയാണ് വർധന വരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഇസ്രയേലിനെ വിമർശിച്ച് ഫലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾ എന്നൊരു വാർത്ത ഡൽഹിയിൽ നിന്നും. യുവാക്കൾ രാഷ്ട്രീയത്തിൽ എത്തുന്നത് ജനാധിപത്യം ശക്തിപ്പെടുത്തുമെന്ന് മോദി പറയുന്നു. മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്കെതിരായ അതിക്രമം പൊറുക്കാനാവാത്ത തെറ്റ് കുറ്റവാളികളെ വെറുതെ വിടില്ല എന്നും മോദി പറയുന്നു.
സേവന നിരക്കുകൾ കുത്തനെ കൂട്ടി സർവേ വകുപ്പ്. തിരുവനന്തപുരത്ത് നിന്നും ഭൂമിയുടെ സ്കെച്ചിനും പ്ലാനിനും അടക്കം 25ഓളം സേവനങ്ങളുടെ നിരക്കുകൾ കുത്തനെ കൂട്ടി സർവേ വകുപ്പ് ഉത്തരവിറക്കി. അതോടൊപ്പം ജീവനക്കാരുടെ പരീക്ഷാ ഫീസ് നിരക്കും വർദ്ധിപ്പിച്ചു. നികുതിയേതര വരുമാനം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിരക്കിൽ വർധന വരുത്തിയത്. വർദ്ധിപ്പിച്ച തുകയ്ക്ക് പുറമെ 18% GST നൽകണം. ഇതോടെ നിരക്കുകളിൽ വലിയ വർധനയാണ് വരിക എന്ന് പറയുന്നു. ക്രിസ്ത്യൻ ചരിത്രവും സംഭാവനകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സീറോ മലബാർ സഭ അസംബ്ലി. ഉത്തരവുണ്ടായിട്ടും വീരശൈവ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നില്ലെന്ന് പരാതി. ഉപജാതിയുടെ പേരിലാണ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതെന്ന് സംഘടന. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ യുദ്ധവ്യാപന ഭീതിയിൽ പശ്ചിമേഷ്യ. ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രയേൽ പകച്ചു. ഗസയിൽ 71 പേർ കൂടി കൊല്ലപ്പെട്ടു. ഷെയ്ഖ് ഹസീനക്കെതിരെ 4 കൊലക്കുറ്റം കൂടി. പാകിസ്ഥാനിൽ 2 ബസ് അപകടം, 44 പേർ മരിച്ചു. സുനിത വില്യംസും വിൽമോറും ഫെബ്രുവരിയിൽ മടങ്ങുമെന്ന് നാസ പറയുന്നു. ഇന്ധനം തീർന്ന് കാർ മരുഭൂമിയിൽ കുടുങ്ങി. ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 2 പേർ മരിച്ചു. 4 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നൊരു വാർത്ത റിയാദിൽ നിന്നും. സുജലം സുലഭം പദ്ധതി കൂടുതൽ പഠനം നടത്താൻ ജല അതോറിറ്റി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പാക്കാനുള്ള പഠനമാണ് നടത്തുക എന്ന് പറയുന്നു. ടാങ്കർ ലോറി വഴി ശുദ്ധജലം വിതരണം ചെയ്യുന്ന സുലഭം പദ്ധതി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യത ജല അതോറിറ്റി പരിശോധിക്കുന്നു. നിലവിൽ തിരുവനന്തപുരം നഗരത്തിലാണ് സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടാങ്കർ ലോറി വഴി ആവശ്യമുള്ള ഇടങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്ന സംവിധാനമുള്ളത്. ഇത് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പാക്കാനുള്ള പഠനമാണ് നടത്തുക. NHM 29 ആശുപത്രികളിൽ 69 കോടിയുടെ പദ്ധതികൾക്ക് അംഗീകാരം. ദേശീയ ആരോഗ്യ ദൗത്യം NHM മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കുന്ന 2024-25 സാമ്പത്തിക വർഷത്തെ 69.35 കോടി രൂപയുടെ വാർഷിക പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ അംഗീകാരം. 60% കേന്ദ്ര ഫണ്ടും 50% സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചാണ് ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതികൾ നടപ്പാക്കുന്നത്. ആശുപത്രികളിൽ നിലവിൽ തുടരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഈ പദ്ധതികൾ. 29 ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം നൽകിയത് എന്ന് പറഞ്ഞ പദ്ധതികളെ കുറിച്ച് വിശദമായി കൊടുത്തിരിക്കുന്നു. ക്ഷണിക്കാത്ത വിവാഹത്തിനെത്തി കോഴിക്കാലിന് ബഹളം വെച്ചു 2 പേർക്കെതിരെ കേസ് എന്ന് പറഞ്ഞ നിലമ്പൂരിൽ നിന്നൊരു വാർത്തയുണ്ട്. SSF കേരള സാഹിത്യോത്സവത്തിന് കൊടിയേറി എന്നൊരു വാർത്ത മഞ്ചേരിയിൽ നിന്നും വരുന്നു. ആളുമാറി മർദ്ദനം, പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ എന്നൊരു വാർത്ത പട്ടാമ്പിയിൽ നിന്നുമുണ്ട്. മാധ്യമം കൂൾ സ്പേസ് ഇപ്രാവശ്യം ഇന്ന് കൊടുത്തിരിക്കുന്നത് നിന്നെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. പരസ്യ വിചാരണയും ശിക്ഷയും നിങ്ങളുടെ കുട്ടിയെ തകർക്കാം. അതിരുവിട്ട കുസൃതി തടയാനും മറ്റും കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ശാസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഏറെ അപകടകരമെന്ന വിദഗ്ധർ. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യം തകർത്തേക്കാം എന്ന വിഷയമാണ് ഇന്ന് പറയുന്നത്. സ്വാഭിമാനം തകർക്കും, ഭയവും ആദിയും സൃഷ്ടിക്കും, തിരിച്ചടിക്കാൻ തെറ്റ് ആവർത്തിക്കും, രക്ഷിതാവ് കുട്ടി പരസ്പര വിശ്വാസം തകർക്കും, സാമൂഹിക വികാസത്തെ ബാധിക്കും എന്നെല്ലാമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇത്രയൊക്കെയാണ് മാധ്യമം ദിനപത്രത്തിൽ നിന്നും പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ. ഇന്ന് ബാലൻ കെ നായർ അനുസ്മരണ ദിനമാണ്. അദ്ദേഹത്തിന്റെ 67ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. ഇന്നേക്ക് 24 വർഷമാണ്. നമ്മുടെ അയൽവാസി കൂടിയാണ് ബാലൻ കെ നായർ. അവരുടെ ഓർമ്മകളെ അനുസ്മരിച്ചുകൊണ്ട് മാധ്യമം ദിനപത്രത്തിലെ വാർത്തകൾ നിർത്തുകയാണ്. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി.